പുറപ്പാട് പുസ്തകം 16-4 വാക്യം. അപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്തു നിന്ന് അപ്പം വർഷിപ്പിക്കും. ജനം എൻ്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നന്ന് പെറുക്കിക്കൊള്ളണം. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഓരോ ദിവസവും പറക്കിയെടുക്കാനുള്ളത് എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടപ്പിറപ്പുകൾ ദൈവജനത്തിന് ഭക്ഷിപ്പാൻ കൊടുത്ത ആഹാര പദാർത്ഥമാണ് മന്ന. അത് അവർ ഓരോരുത്തരും ഓരോ ദിവസത്തിനുള്ളത് അന്നന്ന് പറക്കിയെടുക്കണം എന്നതാണ് ദൈവം വച്ച വ്യവസ്ഥ. പറക്കിയെടുത്താലും ഇല്ലെങ്കിലും വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാകയാൽ അതെല്ലാ ദിവസവും ജനത്തിനു വേണ്ടി അവരുടെ പാർപ്പിടത്തിനു മുൻപിൽ വീഴ്ത്തപ്പെടുമായിരുന്നു. അത് ഭക്ഷിച്ച് വിശപ്പടക്കണമെങ്കിൽ അവർ ഓരോരുത്തരും ഉത്സാഹിക്കേണ്ടത് ആവശ്യമാണ്. നന്നാ രാവിലെ ഉണരണം. വീഴ്ത്തപ്പെട്ട് ചിതറിക്കിടക്കുന്ന മന്ന ഓരോരുത്തരും പറക്കണം. ദൂരേക്കൊന്നും മന്ന തേടി പോകേണ്ട കാര്യമില്ല. അവരവരുടെ കൂടാരത്തിനു ചുറ്റും കിടന്നിരുന്നു. വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും ഹൃദയത്തിലും ഇരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കി തരുന്ന വേദഭാഗം നാം വായിച്ചിട്ടുണ്ടല്ലോ. പ്രിയരെ, യേശുവിനെ തേടി നീ അലയണ്ട. യേശു എന്ന രക്ഷിതാവ്, യേശു എന്ന അപ്പം ദൂരസ്ഥനല്ല, അവൻ നമുക്ക് സമീപസ്ഥനായി വന്നിട്ടുണ്ട്. രോഗിക്കവൻ നല്ല വൈദ്യനായി, പാപിക്കവൻ നല്ല രക്ഷകനായി, അടിമയ്ക്കവൻ നല്ല ഒരു യജമാനനായി, ഭാരം ചുമക്കുന്നവന് നല്ല ഭാരവാഹിയായി, അർത്ഥപ്രാണനായി വഴിയരികിൽ കിടക്കുന്നവന് നല്ല ശമര്യക്കാരനായി, ആരാധനയ്ക്ക് കൂടി വരുന്നവരുടെ നടുവിൽ വീരനാം ദൈവമായി അവൻ നമുക്ക് സമീപയുണ്ട്. സക്കായിക്കരികിൽ, ബർത്തിമായിക്കരികിൽ, പാപിനിയായ സ്ത്രീക്കരികിൽ, ലാസറിന്റെ കല്ലറയ്ക്കരികിൽ, 10 കുഷ്ഠരോഗികൾക്കരികിൽ, കുളക്കരയിൽ കിടന്ന പക്ഷപാതക്കാരനരികിൽ, ലഗ്യോൻ ബാധിച്ച ഭൂതഗ്രസ്തനരികിൽ, രക്തസ്രാവക്കാരിക്കരികിൽ, കാനാവിലെ കല്യാണ വീട്ടിൽ, ബഥാന്യയിലെ മാർത്ത മറിയത്തിന്റെ ഭവനത്തിൽ, കുഷ്ഠരോഗിയായിരുന്ന ശീമോന്റെ ഭവനത്തിൽ, പത്രോസിന്റെ അമ്മായിയമ്മയുടെ ഭവനത്തിൽ തുടങ്ങി അവൻ വരണം എന്നാഗ്രഹിച്ചവരുടെ എല്ലാം ഭവനത്തിലും, ഞാൻ അവർക്കരികിൽ ഉണ്ടാകണം എന്ന് അവൻ ആഗ്രഹിച്ചവരുടെ എല്ലാം അരികിലും ഈ നല്ല നാഥൻ, ജീവനുള്ള അപ്പം, ഈ സ്വർഗീയ മന്ന ഉണ്ടായിരുന്നു എന്ന് സുവിശേഷ ഭാഗങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഇന്ന് അവൻ നമുക്ക് സമീപയും നമ്മുടെ ഉള്ളിലുമുണ്ട്. തിരിച്ചറിഞ്ഞ് അവന് മഹത്വം അർപ്പിക്കുന്നവരായി തീരുക. പ്രിയരെ, അവൻ ഇന്ന് നിങ്ങളുടെ വിശപ്പടക്കുവാനും നിങ്ങൾക്ക് സൗഖ്യമേകുവാനും നിങ്ങളെ ആശ്വസിപ്പിക്കുവാനും നിങ്ങളുടെ ആരാധനയും സ്തുതിയും സ്തോത്രവും സ്വീകരിപ്പാനുമായി വഴി നടത്തുവാനും കൂടെ ഇരിക്കുവാനും സൗഖ്യമാക്കുവാനും അനുഗ്രഹിക്കുവാനും നിങ്ങൾക്ക് സമീപയുണ്ട്. നിങ്ങൾ പെറുക്കിയെടുക്കുമോ? നിങ്ങൾ അവനെ കൈക്കൊള്ളുമോ? നിങ്ങൾ അവനെ സ്വീകരിക്കുമോ? നിങ്ങൾ അവനെ മഹത്വപ്പെടുത്തുമോ? അവൻ തേനിനെ പോലെ മധുരമുള്ള മന്നയാണ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. അവൻ്റെ വാക്കുകൾ ലാവണ്യമുള്ളവയാണ്. അവൻ ഏതു മാറയെയും മധുരമാക്കുന്നവനാണ്. മണവാട്ടി അവനെക്കുറിച്ച് പറയുന്നത് ഏറെ ശ്രദ്ധേയം. അവൻ്റെ വായ് ഏറ്റവും മധുരമുള്ളത്. അവൻ സർവാംഗ സുന്ദരൻ തന്നെ. ഉത്തമഗീതത്തിലാണ് ഈ വാക്യം. തിരുവചനം എൻ്റെ അണ്ണാക്കിന് മധുരവും അവ എൻ്റെ വായ്ക്ക് തേനിലും നല്ലത് എന്ന് സങ്കീർത്തനക്കാരന് ഓർപ്പിക്കുന്നു. പ്രിയരെ, വചനം മധുരമുള്ളതാണ്. അത് ഓരോ പ്രഭാതത്തിലും നാം പറക്കിയെടുത്ത് ഭക്ഷിക്കണം. ഇത് ആഴ്ചയിൽ ഒരിക്കൽ പറക്കേണ്ടതും ഭക്ഷിക്കേണ്ടതുമല്ല. ദിവസേന നാം പറക്കിയെടുക്കേണ്ടതും ആഹരിക്കേണ്ടതുമായ ശ്രേഷ്ഠ ഭോജനമാണിത്. ഇന്ന് ലഭിച്ചു, നാളെ ലഭിക്കുമോ എന്ന് സംശയിക്കേണ്ട ഒരു കാര്യവുമില്ല. അന്നന്നത്തേക്കുള്ളത് ഓരോരുത്തരും പറക്കിക്കൊള്ളട്ടെ എന്ന് അരുളി ചെയ്ത ദാതാവ് വിശ്വസ്തനാകയാൽ, അവൻ ജീവിക്കുന്നവനാകയാൽ നാളെയും നൽകി തരുവാൻ സർവശക്തനായ ദൈവമാണ്. അവൻ്റെ ഭണ്ഡാരത്തിൽ ഒന്നിനും ഒരു കുറവും ഒരിക്കലും വന്നിട്ടില്ല. പ്രിയരെ, അവൻ്റെ കരം ഒരിക്കലും കുറുകിപ്പോയിട്ടുമില്ല. നാളത്തെ കാര്യം എന്താകും, എങ്ങനെ കാര്യങ്ങൾ നടക്കും എന്ന് പെറുക്കുന്നവർ ഭാരപ്പെടേണ്ട. ഇത് വിശ്വാസ ജീവിതവും വിശ്വാസം നടപ്പുമാണ്. എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങൾ വിചാരപ്പെടരുത് എന്നാണ് അവൻ നമുക്ക് കൽപ്പന തന്നിട്ടുള്ളത്.
ഇതൊക്കെ ലോകജാതികൾ ചെയ്യുന്നു എന്ന് അരുളി ചെയ്തവൻ പ്രിയരെ നമ്മോടൊപ്പമുണ്ട്, നിങ്ങളോട് കൂടെയുണ്ട്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നാണ് അവൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അവൻ നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവനാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ വാക്കുമാറാത്തവനായി, വഴിയിൽ ഏകരായി വിട്ടുകളയാത്തവനായി, ഏത് കൂരികൾ താഴ്വരയിൽ കൂടി നടന്നാലും തോളിലെടുത്ത് നടക്കുന്നവനായി, ഏത് രോഗക്കിടക്കയിലും സൗഖ്യം പ്രദാനം ചെയ്യുന്ന നല്ല വൈദ്യനായി കൂടെയിരിക്കുന്ന ഒരു നല്ല കൂട്ടാളിയാണ് നമ്മുടെ കർത്താവ്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ ജീവപര്യന്തം നമ്മെ വഴി നടത്തും. കൂടപ്പുറപ്പേ, വചനം ദൈവമായിരുന്നു. ആ വചനം നമുക്ക് മന്നയായി, ജീവനുള്ള അപ്പമായി ഓരോ പ്രഭാതത്തിലും പറക്കിയെടുക്കുവാൻ നമ്മുടെ മുൻപിൽ പൊഴിച്ചു തന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മെ ശക്തീകരിക്കുന്ന, നമ്മുടെ അവിശ്വാസത്തെ അകറ്റിക്കളയുന്ന, നമ്മെ സൗഖ്യമാക്കുന്ന, നമുക്ക് വിശ്വാസത്തിൻ്റെ ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്ന, അകത്തെ മനുഷ്യനെ വളർത്തുന്ന ദൈവവചനമാകുന്ന മന്ന എല്ലാ ദിവസവും അതാത് ദിവസത്തെ ജീവിതം അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനും ഏൽപ്പിച്ച കാര്യങ്ങൾ ഉത്തരവാദിത്തോടെ വിശ്വസ്തയോടെ ചെയ്യുവാനുള്ള കൃപ വർദ്ധിപ്പിച്ചു തരേണ്ടതിനും ആത്മീയ പ്രയാണത്തിൽ വിശ്വാസത്തോടെ ധൈര്യത്തോടെ കാൽച്ചുവടുകൾ മുൻപോട്ട് വയ്ക്കേണ്ടതിനും പെറുക്കിയെടുക്കുക, ഭക്ഷിക്കുക. ആഴ്ചയിൽ ഓരോ ദിവസവും പെറുക്കിയെടുത്ത് അനുഭവിച്ചാൽ അടുത്ത സഭായോഗത്തിൻ്റെ ദിവസം ആരാധനയുടെ മാധുര്യം നുകരുകയും ആത്മാവിൽ ശക്തി പ്രാപിക്കുവാൻ ഇടയായി തീരുകയും ചെയ്യും. അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യവും ആഗ്രഹവും പ്രവൃത്തിയുമായിരിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചന ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ നൽകി തന്ന നല്ല അവസരത്തിനായി കർത്താവെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ഞങ്ങളാക്കി തീർക്കുന്ന, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന, ഞങ്ങളെ സൗഖ്യമാക്കുന്ന, ഞങ്ങളെ വഴി നടത്തുന്ന, ഞങ്ങളെ ഉയർത്തുന്ന വചനം കർത്താവെ, അന്നന്നത്തേക്കുള്ളത് പറക്കിയെടുത്ത് ഭക്ഷിപ്പീൻ എന്ന ആജ്ഞയ്ക്കനുസരിച്ച് പറക്കിയെടുത്ത് ഭക്ഷിപ്പാൻ ഇന്ന് പകലിലും ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. ഓരോ ദിവസവും ഇപ്രകാരം വിജയകരമായ ജീവിതം നയിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. ഇന്നിൻ്റെ ആവശ്യങ്ങൾ, സൗഖ്യം, വിടുതൽ, കർത്താവെ നടത്തിപ്പ്, ആരോഗ്യം, കർത്താവെ നന്മകൾ, വാഗ്ദത്ത നിവൃത്തികൾ ഒക്കെ ഞങ്ങൾക്ക് നൽകി തരുവാൻ അങ്ങയ്ക്ക് ഞങ്ങളോട് പ്രസാദം തോന്നുമാറാകണമേ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്മേൽ കർത്താവിൻ്റെ വലിയ കൃപ പകർന്നാണ്. കർത്താവ് ജനത്തെ അനുഗ്രഹിക്കണം, വഴി നടത്തണമേ. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും ഇന്ന് പകലിലും വഴി നടത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.